ഇന്നാണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 12 വർഷമായ ദിവസം. ഇന്നാണ് ഈ കേസിനൊരു വിധി വന്നത്. ഇന്ന് ഇതിൻ്റെ പ്രതിയെ ജീവപര്യന്തം ശിക്ഷിച്ച് ഈ 12 വർഷം കിടന്ന് ഓടുവായിരുന്നല്ലേ മകൻ? നിയമത്തിന് വേണ്ടി ഓടുകയായിരുന്നു. അപ്പം ഇന്ന് എനിക്കൊരു സമാധാനമായി. എന്ത് സംഭവിച്ചു? അച്ഛനെന്ത് സംഭവിച്ചെന്തോ? ഇത് ഈ ഞങ്ങളെ വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണ്. അയാൾ കേസിലും വഴക്കിലും ഒക്കെ ആയി. പിന്നെ അങ്ങനെ ഈ വാതിലും ജനലും ഒക്കെ എന്തൊക്കെ ചെയ്തു? ആ വീട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതെല്ലാം. അവൻ വെള്ളമടിച്ച് കഞ്ചാവൊക്കെ ആയി മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അയാൾ വന്നിട്ട് അടിച്ച് പൊട്ടിച്ച് കളയുകയാണ് ഇപ്പോൾ അത്. ഇത് ആ ഓർമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. 12 വർഷമായി. ഇല്ല, ആർക്കും കൊടുത്തില്ല. അത് ഇന്നാണ് എനിക്കൊരു നീതി കിട്ടിയത്. ഇന്ന് 12 വർഷമായിട്ട് നിയമത്തിൻ്റെ പുറകെ നടന്നിട്ട് ഇന്നാണ് അയാൾക്ക് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ ആത്മാവിനൊരു ശാന്തി കിട്ടിയത്. ഒരു മകനെന്നുള്ള ഇന്ന് സന്തോഷമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ഒരു വൃത്തികെട്ടനായിരുന്നു. ക്രിമിനൽ കേസിലല്ലേ എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർത്ത് അതുകൊണ്ട് നിങ്ങൾ വാടക വീട് മാറിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികാരത്തിന്റെ പുറത്താണ് പുള്ളിക്കാരനെ അടിച്ചു. മകനെന്ന രീതിയിൽ ആ അച്ഛനും ഈ വില്ലനും തമ്മിലുള്ള വഴക്കുകളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? അല്ല, ഞാൻ വന്ന് പറഞ്ഞായിരുന്നു വീട് മാറണമെന്ന് പറഞ്ഞായിരുന്നു. ആ ഉടനെ മാറാമെന്ന് പറയും. പിന്നെ അത് വീണ്ടും ഇത് തന്നെയാണ് സ്ഥിരം സംഭവം. അയാൾ കതവുകളും ജനലും എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ട് കഴിഞ്ഞു. കാര്യം എൻ്റെ പപ്പ അത്ര കഷ്ടപ്പെട്ടാണ് ആ വീട് ഉണ്ടാക്കിയത്. ഈ വീട് ഉണ്ടാക്കിയ ഇയാള് അതിനെ നശിപ്പിക്കുകയായിരുന്നു. ഒരു വാടകക്കാരൻ. അതെ. ഈ പുള്ളിക്ക് അച്ഛന് ജീവനായിരുന്നു ഈ വീടും കാര്യങ്ങളൊക്കെ. ഇല്ല, അച്ഛൻ സ്വന്തമായിട്ട് കുറേശ്ശെ പൈസ ഉണ്ടാക്കിയാണ് ആ വീട് ഉണ്ടാക്കിയത്. അതെന്താ ഈ വീടും എല്ലാം അച്ഛൻ്റെ കഷ്ടപ്പാടാണ്. പച്ചക്കല്ലറുത്തും തടികളെല്ലാം എടുത്ത് കുറേശ്ശെ ഉണ്ടാക്കിയാണ് അത് ഈ പുള്ളിക്കാരെ അത് നശിപ്പിക്കുകയായിരുന്നു. അച്ഛൻ വാടകയ്ക്ക് കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇവന് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, ഇയാളെ അച്ഛനൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഒരു വീട് വാടകയ്ക്ക് വന്ന് ചോദിച്ച് അങ്ങനെ കൊടുത്തതാണ്. പക്ഷെ ഇവൻ ക്രിമിനലാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ പറഞ്ഞു വിട്ടിട്ട് ഇയാൾ ഇറങ്ങി പോകാൻ പോലും കൂട്ടാക്കാത്ത ഒരു അവസ്ഥയായി. അവർ ഇവിടെ കാണിച്ചു കൊടുക്കുന്ന പണികൾ എന്തൊക്കെയാ? ഇവന് അച്ഛന് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത പരിപാടി എന്താ ചെയ്യുന്നത്? അല്ല, ഇയാള് വെള്ളം അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് പിന്നെ ചീത്ത വിളിയും ബഹളവും, വാതിലെല്ലാം ചവിട്ടി പൊളിക്കൊക്കെ, ജനലിൻ്റെ ഗ്ലാസ്സുകളെല്ലാം അടിച്ച് തകർക്കൊക്കെ വന്നു. സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഞാൻ വന്ന് 1-2 പ്രാവശ്യം പറഞ്ഞ് വീട് മാറണമെന്ന് പറഞ്ഞ് അത് മാറാമെന്ന് പറയും. വീണ്ടും ഇതാണ് സ്ഥിരം പരിപാടി. എന്നിട്ട് അച്ഛൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു മാറിയേ പറ്റൂ. 1 വർഷത്തോളം താമസിച്ചു. ഇവിടെ ഒരു കോഴിക്കൂട് ഉണ്ടായിരുന്നു. ആ കോഴിക്കൂട് അടയ്ക്കാൻ വേണ്ടി എൻ്റെ പപ്പ വൈകുന്നേരം 6 മണി സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ വന്ന് അടയ്ക്കാൻ വേണ്ടി വന്നപ്പോഴാണ്, കോഴിക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ കൂടെ വന്നപ്പോഴാണ് ഇവൻ പുറകെ കൂടെ വന്ന് അടിച്ചത്. അപ്പോൾ ഞാൻ ഇതറിഞ്ഞ് ഞാൻ തിരുമല നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ്. അവൻ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അന്ന് രാത്രിയാണെന്നാണ് പോലീസ് പിടിച്ച്. അവൻ കാണിച്ച തെറ്റിന് അവന് ശിക്ഷ കിട്ടി. എൻ്റെ പപ്പയുടെ ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് മാത്രമേ എനിക്ക് പറയാം. അച്ഛൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുകയായിരിക്കും. തെറ്റ് ചെയ്ത ഒരാളിന് ശിക്ഷ കിട്ടിയല്ലോ. എൻ്റെ പപ്പ അവർക്കൊരു ഉപകാരം ചെയ്തതാണ്. വീടില്ലാതെ അവർ വന്നപ്പോൾ അവർക്കൊരു വീട് വാടകയ്ക്ക് കൊടുത്ത് താമസിക്കാൻ ഒരു സൗകര്യം കൊടുത്ത് വളരെ കുറഞ്ഞ റേറ്റിലാണ് വാടകയ്ക്ക് കൊടുത്തത്. അപ്പോൾ അവർ തന്നെ ഇത് കാണിച്ചപ്പോൾ പപ്പയ്ക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നോ? അതെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്നേഹമായിരുന്നു. എല്ലായിടത്തും വലിയ കാര്യമാണ്. നാട്ടുകാരത്തും വലിയ സഹകരണവും കാര്യങ്ങളെല്ലാം ഉള്ള പുള്ളിയാണ്. അച്ഛൻ്റെ അനുഭവം വെച്ച് ഞാൻ ഇനി എൻ്റെ ജന്മത്തെ ആർക്കും വാടകയ്ക്ക് കൊടുക്കില്ല. കാര്യം നമ്മളൊരു ഉപകാരം ചെയ്തുകൊണ്ടാണ് എൻ്റെ ഫാമിലിക്കൊരു വലിയ ദുരന്തം ഉണ്ടായത്. നല്ല ആൾക്കാർ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് പറ്റിയ ഈ ഒരു തീരാ ദുഃഖം എന്നെക്കൊണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. അന്വേഷിച്ച്, അതെ, മനുഷ്യരല്ലേ, എങ്ങനെ അന്വേഷിച്ചാൽ എത്രയെന്നും പറഞ്ഞാൽ അന്വേഷിക്കാൻ പറ്റും. നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഈ വിജയനും മേലൊക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെയൊക്കെ കുടുംബമൊക്കെ നോക്കിയൊക്കെ പോകുന്ന ഒരാളായിരുന്നു. പുള്ളിയുടെ വലിയ വേർപ്പിലാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയത്. വേർപ്പിലാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയത്. അത് പോയിട്ട് പെമ്മക്കളൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ സാഹചര്യങ്ങൾ വന്നപ്പോൾ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ പിടിച്ച് അത് സംഭവിച്ചാണ്. അയാൾ നിയന്ത്രണം വന്ന് അച്ഛനും മോനുമായിട്ട് മദ്യവെച്ചും കൊണ്ടും മയക്കെണ്ണടിച്ചും കൊണ്ടും അടിയും പിടിയും തീക്കണെല്ലാം കഥവിലും ടേബറിലും അങ്ങുഞ്ഞുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത്. പുള്ളിക്കാരൻ കോഴിക്കോട് അടയ്ക്കാൻ പോയി ഇപ്പം തലയ്ക്ക് അടിച്ചെന്നാണ് പൊതുവിൽ പറഞ്ഞൊരു അഭിപ്രായമുള്ളത്.